വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മൗത്ത് ക്യാൻസർ എന്നാണ് പറഞ്ഞത്. വീഡിയോകളെല്ലാം കണ്ടു. അപ്പോൾ പുനർജൻ ആയുർവേദ ആശുപത്രിയിലേക്ക് പോന്നു. ഇപ്പം നല്ല മാറ്റമുണ്ട്, ഭക്ഷണവും കഴിക്കാം. ഇപ്പോൾ തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല മാറ്റമുണ്ട്. അതുമാത്രമല്ല, പേര് പോലെ തന്നെ ഒരു പുതിയ ജന്മമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മളോടൊപ്പം ഫസ്റ്റ് ടൈം മെഡിസിൻ യൂസ് ചെയ്ത പേഷ്യന്റ് ബന്ധുവാണുള്ളത്. നമുക്ക് എന്തായാലും ചോദിച്ചു മനസ്സിലാക്കാം ഇവർക്ക് എന്ത് ക്യാൻസർ ആയിരുന്നെന്നും ക്യാൻസർ സംബന്ധിച്ച് ഇവർക്കുണ്ടായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നും. ഇവർക്ക് 1 മാസത്തിൽ നല്ല മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. ഇവർക്കുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും കൂടാതെ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്നും പേഷ്യന്റ് ബന്ധുവിനോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കാം. സർ നമസ്കാരം. പേരെന്താണ്? പട്ടാൻ നവീ ഖാൻ എന്നാണ് പേര്. ഓക്കെ. പേഷ്യന്റ് പേര്? സയ്യിദ് ഹുസൈൻ. ഓക്കെ. എത്ര വയസ്സുണ്ട് സർ? ഏകദേശം ഒരു 80 വയസ്സ് കാണും. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങള് ജങ്കാർ റെഡ്ഡി ഏലൂർ ദേശത്തു നിന്നാണ് വരുന്നത്. ഓക്കെ. ഇവിടെ വരുന്നതിന് മുമ്പ് ഡോക്ടർ എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? മൗത്ത് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ചു പറഞ്ഞായിരുന്നു. ഓക്കെ. തുടക്കത്തിൽ അത് ഒരു മുഴ പോലെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. മുഴയല്ലേ, അത് സാധാരണ പോലെ അങ്ങ് പോകുമെന്നാണ് ആദ്യം വിചാരിച്ചത്. 2 ആഴ്ച കൊണ്ട് അത് വളർന്ന് വലിയൊരു വലുപ്പത്തിലായി. ഒന്നും കഴിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി. അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മൗത്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. ഏകദേശം കീമോതെറാപ്പി 5 എണ്ണം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ അവർ വലിയ വീക്കായിരുന്നു. ഇതുകൂടെ കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിനത് താങ്ങാൻ പറ്റുമെന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന സമയത്താണ് വീഡിയോയിൽ കണ്ടിട്ട് പുനർജൻ ആയുർവേദ ആശുപത്രിയിലേക്ക് വന്നത്. അങ്ങനെ 1 മാസത്തേക്കുള്ള മരുന്നെല്ലാം വാങ്ങിച്ചുകൊണ്ടാണെന്ന് പോയത്. അതെല്ലാം അച്ഛൻ കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ കഴിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി. നല്ല ആക്റ്റീവായിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് ജോലിയൊക്കെ ചെയ്ത് നല്ല മാറ്റവും കാണുന്നുണ്ട്. പേര് പോലെ തന്നെ ഒരു പുതിയ ജന്മമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഓക്കെ സാർ, ഒരുപാട് സന്തോഷമുണ്ട്. സാർ, ഈ അസുഖം മറ്റാർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാറിന്റെ അച്ഛന്റെ ഫാമിലിയിൽ? ആർക്കുമില്ല. ആർക്കും ഇല്ലല്ലേ സാർ? അപ്പോൾ ഈ മൗത്ത് ക്യാൻസർ എന്തുകൊണ്ടാ വന്നേന്ന് സാറിനോട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അങ്ങനെ ചോദിച്ചാ അച്ഛൻ വെറ്റിലേക്ക് ഒരുപാട് ഉപയോഗിക്കായിരുന്നു. അത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഈ ക്യാൻസർ വന്നതെന്നാണ് പറയുന്നത് എന്നാണ് തോന്നല്. അതുകൊണ്ടാണ് വന്നതെന്ന് ഡോക്ടർ പറഞ്ഞല്ലേ? അതുകൊണ്ടാണെന്ന് തന്നെ വിചാരിക്കുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് മറ്റെന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ സാർ? ഇതുവരെ വേറെ ട്രീറ്റ്മെന്റിനൊന്നും പോയിട്ടില്ല. ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് ക്യാൻസർ ആണെന്ന് അവര് പറഞ്ഞത് തന്നെ. ഉടനെ തന്നെ 5 കീമോ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ തന്നെ രക്ഷപ്പെടാൻ വളരെ സാധ്യത കുറവാണെന്നാണ് പറഞ്ഞത്. ആള് വളരെ വീക്കാണ്. അതുകൊണ്ട് കീമോ ഒന്നും ചെയ്യണ്ടെന്നാണ് പറഞ്ഞത്. ശരീരമൊക്കെ ഒന്ന് ഉഷാറായിട്ട് ചെയ്യാന്നാണ് പറഞ്ഞത്. അങ്ങനെ വീഡിയോയിലൂടെയാണ് പുനർജനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞത്. അങ്ങനെ ആയുർവേദ മെഡിസിനിലേക്ക് വന്നു. 1 മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം കാണുന്നുണ്ട്. സാർ, ഇവിടെ വന്നതിന് ശേഷം സാറിന് ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായല്ലോ. ഇവിടേക്ക് വരുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്തായിരുന്നു? ഈ 1 മാസത്തിനുള്ളിലല്ലേ റിസൾട്ട് കിട്ടിയത് സാറിന്? സാർ, ഇപ്പൊ പുനർജൻ ആയുർവേദത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? പുനർജനിൽ നിന്ന് മരുന്ന് മേടിക്കുന്നത് വളരെ നല്ലതാണ്. സത്യമായിട്ടും പുനർജനാണ് എന്റെ അച്ഛനെ രക്ഷിച്ചത് തന്നെ. സാറിന്റെ ഈ ധൈര്യവും വിശ്വാസം കണ്ടിട്ട് എന്തായാലും ഒരുപാട് പേര് ഇവിടേക്ക് വരും. എന്തായാലും ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട്. സാറിന്റെ അച്ഛനെ എത്രയും പെട്ടെന്ന് തന്നെ അസുഖം ഭേദാവട്ടെ. ഓക്കെ സാർ, താങ്ക് യു.